നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്ന് ഞങ്ങൾ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് ഫാമിലി മൊത്തം 7 ട്രേഡുകളാണ് ചെയ്തത്. അതിൽ 5 പ്രോഫിറ്റിലും 2 ലോസിലും ഞങ്ങൾ ബുക്ക് ചെയ്തു. 1 സ്റ്റോപ്പ് ലോസ് ഇട്ട്, രണ്ടാമത്തേത് കേവലം 3 പോയിന്റിൻ്റെ ലോസിലുമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ വ്യാഴാഴ്ച പുറത്തു വരാനിരിക്കുന്ന ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടാണ് IT സെക്ടറുകളുടെ റാലിയിൽ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായത് എന്ന് വേണമെങ്കിൽ പറയാം. പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതും. സെൻസെക്സ് 271 പോയിന്റ് പോസിറ്റീവിൽ 71,657ലും നിഫ്റ്റി 73.85 പോയിന്റ് പോസിറ്റീവിൽ 21,618ലുമാണ് ക്ലോസ് ചെയ്തത്. IT സെക്ടറുകൾക്കൊപ്പം ഇന്ന് മെറ്റലും ഫാർമയും പോസിറ്റീവിലായിരുന്നു. രാവിലെയുള്ള സ്ട്രോങ് വോളറ്റൈലിറ്റിന് ശേഷമാണ് പതുക്കെ മാർക്കറ്റ് മുകളിലേക്ക് ഉയർന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിപ്ല, റിലയൻസ്, അദാനി എൻ്റർപ്രൈസസ്, HCL ടെക്നോളജീസ്, അദാനി പോർട്സ് എന്നിവ പോസിറ്റീവിലും ONGC, ഡിവീസ് ലാബ്, BPCL, NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവ നെഗറ്റീവിലും ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് നന്നായി തന്നെ ആക്ട് ചെയ്തു. 21,450 ആയിരുന്നു പറഞ്ഞിരുന്നത്. ഏകദേശം അവിടെ തന്നെ വന്ന് ഒരു റീട്രേസ്മെൻ്റാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നാളത്തേക്കുള്ള സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ കൊടുത്ത സപ്പോർട്ട് തന്നെയാണ്. ആദ്യമായിട്ട് 21,556 ഇമ്മീഡിയറ്റ് സപ്പോർട്ടാകുമ്പോൾ 21,450 ഇന്നലെ പറഞ്ഞ 21,450 അതിനും താഴെ പോകുകയാണെങ്കിൽ 21,330 സപ്പോർട്ട് ആക്ട് ചെയ്യും. ഇനി റെസിസ്റ്റൻസിലേക്ക് വരുമ്പോൾ 21,675 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 21,750 രണ്ടാമത്തെയും 21,832 മൂന്നാമതായും ആക്ട് ചെയ്യും. അതിൽ 21,832 ആൾ ടൈം ഹൈ ആണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇന്നലെ നമ്മൾ പറഞ്ഞ 47,000 സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ടൊരു റീട്രേസ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞത് 47,000 സപ്പോർട്ട്, സ്ട്രോങ് സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും നാളത്തേക്കുള്ള സപ്പോർട്ട് 47,200 ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അതിനുശേഷം 47,000 വരാം ഇന്നലെ നമ്മൾ പറഞ്ഞത്. അതിനും താഴെ വരികയാണെങ്കിൽ 46,880. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 47,420 ഫസ്റ്റും 47,520 സെക്കൻഡും 47,680 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കിൽ ഒന്ന് ആരോ ഫാർമയായി സെൽ സൈഡ് 1116 പറഞ്ഞിരുന്നു. 1116 നമുക്ക് ആക്ട് ചെയ്തു. 1092 വരെ വന്നു. നമ്മൾ 1107 വരെയായിരുന്നു പറഞ്ഞിരുന്നത്. നല്ലൊരു പ്രോഫിറ്റ് തന്നെ അതിൽ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യ ബൈ സൈഡായിരുന്നു പറഞ്ഞിരുന്നത്. മൊത്തത്തിൽ മാർക്കറ്റ് ഇന്ന് രാവിലെ താഴത്തേക്കായതുകൊണ്ട് കോൾ ഇന്ത്യയും താഴത്തേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. ഇനി നാളത്തേക്കുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇൻഡസ് ഇൻഡ് ബാങ്കാണ്. ഇൻഡസിൻഡ് ബാങ്ക് മേലേക്കൊരു ബ്രേക്കൗട്ട് നടത്തിയതുകൊണ്ട് നാളത്തേക്ക് നമുക്കത് ബൈ സൈഡ് പ്ലാൻ ചെയ്യാം. 1644 എൻട്രി നടത്താം. 1639 സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് 1649, 53, 55 വരെ വയ്ക്കാം. രണ്ടാമത്തേത് പിഡിലൈറ്റ് ഇന്ത്യയാണ്. പിഡിലൈറ്റ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2692 നമുക്ക് താഴത്തേക്കാണ് അതൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സെൽ സൈഡ് പോകാം. 2692 നമുക്ക് സെൽ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 2701 വെക്കാം. ടാർഗറ്റ് 2683, 2678,
2673 എന്നിങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ലോസും വയ്ക്കാം, ടാർഗറ്റും വയ്ക്കാം. അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഞാനീ പറയുന്നതെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അഥവാ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്ത് പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി എടുക്കുക. ഓക്കെ, ബൈ.